ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. പിന്നെ എന്താ പറയാ, എൻ്റെ വീടിൻ്റെ വീഡിയോ ഒക്കെ പുതിയ വീടിൻ്റെ വീഡിയോ ഞാൻ ഹോം ടൂർ ആയിട്ട് ഞാൻ ഇട്ടുക്കണു. പിന്നെ അതുപോലെ എന്താ പറയാ, ഞാൻ പഴയ വീടൊക്കെ ഹോം ടൂർ ആയിട്ട് ഇട്ടുക്കണു. അപ്പൊ ഇന്ന് ഞാൻ നമ്മളെ വീടിൻ്റെ കുറച്ച് പരിസരം കാര്യങ്ങളൊക്കെ കാണിക്കാച്ചിട്ട് ഇന്ന് വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പൊ എന്താ പറയാ, നമ്മൾ പാടത്തെ വീട് കാണിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പൊ എന്റെ കുടുംബത്തിൽ നിന്നോ അറിയുന്ന ആൾക്കാരും പുറമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് എന്നോട് എന്താ പറയാ കുറെ കളിയാക്കുന്ന രീതിയിലൊക്കെ എന്നോട് പറയും. പിന്നെ അതുപോലെ എന്താ പറയാ, ആ ബാത്റൂം ഒക്കെ കാണിച്ചത് എന്തിനാന്നൊക്കെ ചോദിച്ചു കേട്ടോ എന്നോട്. പുറത്തെ ബാത്റൂം ഉണ്ടായിരുന്നു, പുറത്തെ ബാത്റൂം ഒക്കെ എന്തിനാ കാണിച്ചെന്നൊക്കെ ചോദിച്ചു. അതെന്ന് പറഞ്ഞാൽ കുറച്ച് നമുക്ക് കാണുമ്പോൾ കുറച്ച് മോശം എന്നില്ല, നമ്മള് ചുമരിന്റെ ഫുള്ളായി ടൈൽസ് ഒന്നും ഇടാത്ത കാരണം അതിന്റെ കുറച്ച് എന്താണ്, നമ്മളിപ്പോ വെള്ളം പാരും വെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മള് ചെറിയ രീതിയിൽ ഇങ്ങനെ അട്ടപ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്താണ്, ഫുള്ളായിട്ട് ടൈൽസും കാര്യങ്ങളും ഇട്ടിക്കണമെങ്കിൽ നമുക്ക് എന്താ പറയാ അതുപോലെ വരില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, അന്ന് അങ്ങനെ ഞങ്ങൾ വാങ്ങുമ്പോൾ ടൈൽസും കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബാത്റൂമില്. പിന്നെ ഞങ്ങൾ ഇട്ടതാണ് ടൈലും കാര്യങ്ങളും. അങ്ങനെ ബാത്റൂമൊക്കെ ഞങ്ങള് വേറെ പുതുതായിട്ട് വെച്ചതാണ്. അപ്പൊ എനിക്കത് കാണിച്ചു തരുന്നതിന് എനിക്ക് യാതൊരു എന്താ പറയാ മടിയോ അല്ലെങ്കിൽ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം ഇത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ ഇപ്പൊ അതില് എന്താ പറയാ, അത് കാണുന്നവർക്ക് ബുദ്ധിമുട്ട് കാരണം നമ്മൾ നെഗറ്റീവ് അടിക്കുന്നവരുണ്ടാവും ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ ഇതുപോലെ എന്താ പറയാ എന്തിനാ കാണിച്ച് എന്തിനാ വീടിട്ടിന്. ചില അധികം ഒരുപാട് ആൾക്കാർക്ക് തന്നെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ ചാനൽ തുടങ്ങിയത് തന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. പിന്നെ ആ വലിയ നിലയിൽ എത്തിയിട്ടൊന്നല്ല പറയുന്നത്, സബ്സ്ക്രൈബേഴ്സ് എന്താ പറയാ ചെറുതായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ എന്താ പറയാ, നമ്മള് തളർത്താൻ നോക്കുന്നതിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, നെഗറ്റീവ് അടിക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണില്ല. എനിക്ക് എന്താ പറയാ, ഞാൻ ഇന്ത്യ ഇതുപോലെ ചിലപ്പോൾ വീട്ടില് അടിച്ചു വരുന്ന കാര്യങ്ങളും അതൊക്കെ ഉണ്ട്, അത് ഡെയിലി വീഡിയോസ് ഇടും. എന്താ ഉള്ളത് വെച്ചാൽ അത് വീഡിയോസ് ഇട്ടിട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെ അതുപോലെ നമ്മളെ വീടിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ എന്നോട് പേഴ്സണലി പറഞ്ഞതൊക്കെ ഉണ്ട്. ഇങ്ങനെ എന്തിനാ കാണിച്ചല്ലെങ്കിൽ ഇതൊക്കെ ഒരു വീട് ചെറുതായിക്കോട്ടെ അല്ലെങ്കിൽ സൗകര്യങ്ങൾ ചെറുതായിക്കോട്ടെ ഒക്കെ നമുക്ക് എന്താ പറയാ, ഓരോരുത്തർക്കും ഓരോ പടച്ചോൻ തരുന്നത് അനുസരിച്ചിട്ട് ചിലപ്പോ കൂടും ചിലപ്പോ കുറയും. അപ്പൊ എന്താണ്, ആ വീട് തന്ന പടച്ചോന് നമുക്ക് ഈ വീട് തന്നത്. അപ്പൊ അത് ചെറുത് തരാൻ വലുത് തരാനൊക്കെ കഴിയും നമ്മൾ അള്ളാക്കും. അപ്പൊ അതുപോലെ ചെറിയ വീടിനെ കണ്ടിട്ട് എന്താ പറയാ കുറ്റം പറയേണ്ട ആവശ്യമില്ല. വലിയ വീടിനെ കണ്ടിട്ട് നമ്മൾ എന്താ പറയാ, എനിക്കിപ്പോ എന്താണ് എനിക്കിപ്പോ ആ വീട് വലിയ വീട് ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് ഞാൻ കുറച്ച് പറയാൻ കരുതി. നമുക്ക് നമ്മളെ വീടിന്റെ കുറച്ച് പുറത്തെ കാര്യങ്ങളും അതുപോലെ ഈ റൂട്ടിൽ നമ്മൾ കുറച്ച് നല്ല പുല്ലുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി സ്ഥലം കിട്ടും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത് നമ്മളെ സിറ്റോടാണ് കേട്ടോ. സിറ്റോട് നിന്നിട്ട് നമ്മൾ എന്താ പറയാ, ബാക്കി വന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ചെറിയ പൊട്ടാക്കിയിട്ടാണ് നമ്മൾ ആ തിണ്ടത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ ആ കൊൽക്കിണർത്തെ വെള്ളം കാരണം ആ ടൈൽസൊക്കെ ആകെ ഇങ്ങോട്ട് എന്താ പറയാ മങ്ങിക്കുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ റയ്യു ബേബി വരാൻ ടൈം ആയിട്ടോ. ഇന്നെ കണ്ടപ്പോ അവിടെ തന്നെ മടിച്ച് നിൽക്കാണ് കേട്ടോ ഞാൻ വരാൻ വേണ്ടിയിട്ട്. പറഞ്ഞ നമ്മൾ വാങ്ങിയില്ലേ, ഹായ് പറഞ്ഞ ഹായ് പറയും, ഹായ് പറയും ഉമ്മച്ചിന്. എവിടെ നോക്കിയിട്ട് ജായ് പറയണേ? നമ്മളെ ഫ്രണ്ടത്തെ റോഡാണ്. പിന്നെ രണ്ട് അവിടൊക്കെ വീടുകളുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് പുല്ലുകൾ ഇങ്ങനെ നിരന്ന് കിടക്കാണ് കേട്ടോ. കാണാൻ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ. തായി മഴ ചാറുന്നുണ്ട്. അപ്പൊ റൈബേബിന്റെ കൊട എനിക്ക് കൊടുക്കുന്നതാണ് കേട്ടോ. ഇടക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. ഇപ്പൊ ഇതാ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെയാണ് എന്താ പറയാ പണി കഴിയാത്തൊരു വീട് കേട്ടോ. ഇത് പഞ്ചായത്തിൽ നിന്നൊക്കെ ഇങ്ങനെ എഴുതി കിട്ടിയിട്ട് കയറ്റിയതാണ് തോന്നുന്നു കേട്ടോ. ഇപ്പൊ നമ്മളെ വീടിന്റെ ഒരു സൈഡാണിത്. പിന്നെ ഉമ്മ കുറച്ച് തയ്യകളൊക്കെ വാങ്ങിയിട്ട് കുഴിച്ചിട്ടേക്കുന്നു കേട്ടോ, റംബൂട്ടാൻ്റെ തയ്യ്. പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇല നമ്മൾ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇത് വെച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് നല്ലോണം ഉണ്ടായിക്കണ്. പിന്നെ പ്ലാവിൻ്റെ പിന്നെ വാഴയുടെ പിന്നെ തെങ്ങൊക്കെ വെച്ചേക്കുന്നു കേട്ടോ. ഉണ്ടാവില്ലെന്നൊന്നും അറിയില്ല, ഉമ്മ അങ്ങനെ എല്ലാതും കൊടുത്തിട്ട് വെച്ചേക്കുന്നു കേട്ടോ. ഈ മതിലൊക്കെ അവര് കെട്ടിയതാണ്. പിന്നെ ഇതാ ഇങ്ങനെ ഈ സൈഡില് നമ്മളിങ്ങനെ പോയാൽ ഇതാ
നമുക്ക് തിരുമ്പണ കല്ലൊക്കെ ഇവിടെ സെറ്റ് ആക്കിക്കുന്നു കേട്ടോ. ഇതൊന്നും ഞാൻ മറ്റേ ഹോം ടൂറിന്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അന്ന് ഞാനങ്ങനെ തട്ടിക്കൂട്ടിയിട്ട് അങ്ങോട്ട് വേഗം എടുത്തതാണ്. അപ്പൊ ഇത് നമുക്ക് തിരുമ്പാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചെറിയൊരു തേക്കും മരം, അതിന്റെ ചോട്ടില് ഇങ്ങനെ തിരുമ്പാനുള്ള കല്ലുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് പോന്നാല് ഇവിടൊക്കെ നമ്മളിതാ ഇത് പഴയ വീട്ടിൽ പഴയ നമ്മൾ ഡ്രം ഉണ്ടാവുമല്ലോ, സിമെന്റിന്റെ ഒക്കെ ടൈപ്പ്, വെള്ളം പാരാൻ വേണ്ടിട്ട്. അതാണ് കേട്ടോ. അത് നമ്മള് അവിടുത്തെ സാധനം ഇങ്ങോട്ടും കൊടുന്നു. ഇപ്പൊ അതിന്റെ മേലെ അമ്മ വരാ വിറക് വെച്ചിക്കാണ്. പിന്നെ ഇത് എവിടെ ബാക്കിലും നമ്മളെ പഴയ എന്താ പറയാ മേശയാണ് കേട്ടോ. പഴയ പ്ലാസ്റ്റിക്കിന്റെ മേശയാണ്. അതിന്റെ മുകളിലാണ് കുറച്ച് വിറക് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതും നമ്മളെ പഴയ വീട്ടിലെ ഡ്രമ്മാണ് കേട്ടോ. അവിടെ യൂസ് ചെയ്തിരുന്ന ഡ്രമ്മാണ്. അതിൽ നമ്മള് ഇപ്പൊ മഴവെള്ളമൊക്കെ ചാടാൻ വേണ്ടിയിട്ട് മഴവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചതാണ് കേട്ടോ. കാരണം കുഴൽക്കിണറല്ലേ, അപ്പൊ പെട്ടെന്ന് നമുക്ക് കാറൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിന്ന് എടുത്തിട്ടാണ് തുടക്കലൊക്കെ ചെയ്യൽ കേട്ടോ. ചിലപ്പോൾ ബാത്റൂം കഴുകൊക്കെ ചെയ്യും. പിന്നെ ഇത് അടുക്കളയുടെ വാതിലാണ് കേട്ടോ. അടുക്കളയുടെ വാതിലും പിന്നെ പഴയ വീട്ടിലത്തെ എന്താ പറയാ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ചെറിയ ചീനച്ചട്ടി, ചെറിയ കുടുക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ സെറ്റ് ആക്കിക്കാണ് കേട്ടോ. നായ്ക്കൾക്കൊന്നും എത്തൊന്നുമില്ല. നായ്ക്കളെ ശല്യം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നായ്ക്കൾക്കൊന്നും തൊടാൻ പറ്റൂല. നമുക്ക് ഇങ്ങനെ അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തുറന്നാൽ ഇവിടുന്ന് ചീനച്ചട്ടി സാധനങ്ങളൊക്കെ എടുക്കാം കേട്ടോ. ഇമ്മാളുടെ ഒരു ഐഡിയ ആണ് കേട്ടോ. ഇമ്മാളുടെ ഒരു അടിപൊളി ഐഡിയ ആണ്. പിന്നെ ശരിക്കുള്ള ഫുള്ളായിട്ടുള്ള വിറക് ഇവിടെ സെറ്റ് ആക്കിക്കുന്നത്. ബാക്കില് ദാർപ്പായി ഇട്ടിട്ട് മൂടിക്കുന്നത് നമ്മളെ വിറകാണ്. പുതിയ കൊടുന്ന വിറകാണ്. ഈ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇറക്കിയ വിറക് ഇങ്ങനെ ഇതുപോലെ നമ്മള് ഇവിടെ സെറ്റ് ആക്കിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന കുറച്ച് വിറകുകളാണ് ഇവിടെയും കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളെ പഴയ വീട്ടിലെ അമ്മി കൊടുന്ന് വെച്ചുക്കണു. ഉമ്മക്ക് ഇടക്ക് എന്താ പറയാ മൈലാഞ്ചി ഒക്കെ അരക്കലൊരു ഉമ്മ കേട്ടോ അമ്മി. പിന്നെ അതുപോലെ ഒരലിന്റെ കുട്ടിയാണ് കേട്ടോ. ഒരൽ എവിടെ വെച്ചിക്കണെന്ന് അറിയില്ല. ഒരലിന്റെ കുട്ടിയാണ് കേട്ടോ. പണ്ട് നമ്മളെ വീട്ടിൽ നമ്മള് നമ്മളെ ഫസ്റ്റത്തെ വീട്, പാടത്തെ വീടുമല്ല, അതിന്റെ മുന്നത്തെ വീട്ടിലൊക്കെ ഉണ്ടാവുമ്പോ അരി അരക്കാനും ഈ ഒരലിട്ടിട്ടാണ് അരി അരച്ചിരുന്നത്. പിന്നെ അതുപോലെ അമ്മിയൊക്കെ നമ്മള് പണ്ടത്തെ ആ ഒരു ഫസ്റ്റത്തെ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഉണ്ടായിരുന്നു നമുക്കൊരു വാർപ്പിന്റെ വീട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അത് പിന്നെ വിട്ടിട്ട് പിന്നെ നമ്മളങ്ങനെ പാടത്തെ വീട്ടിലേക്ക് പോയതാണ്. അപ്പൊ അവിടെ സെറ്റ് ആക്കിയുള്ള അമ്മിയായിരുന്നു. ആ അമ്മി ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിക്കാണ്. പിന്നെ ഈ വീടിന്റെ ബാക്കിൽ ഇങ്ങനെ പറങ്കുച്ചിക്കാടാണ് കേട്ടോ. നേരെ ഇങ്ങനെ പറങ്കുച്ചി ഇങ്ങനെ പറങ്കിമാങ്ങ ഇങ്ങനെ ഉണ്ടായി കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. നേരങ്ങാണ്ട് പറങ്കിമാങ്ങയുടെ മരമാണ് കേട്ടോ. ബാക്കിൽ ഇങ്ങനെ അടിപൊളി എന്താ പറയാ ഒരു വൈബാണ് കേട്ടോ. ഈ പച്ചപ്പ് കാണുന്ന അറിയുമ്പോ നമുക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷല്ലേ. നമുക്ക് ഇങ്ങനെ എന്താ പറയാ കുറച്ച് പുല്ലുകള് ഇതുപോലെ മരങ്ങളെ കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ അടുക്കളയിൽ നോക്കിയാൽ തന്നെ ഇതേപോലെ ഇങ്ങനെ കാണുന്ന ഭയങ്കര എന്താ പറയാ മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്ന കാര്യമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് കാര്യമായിട്ട് ഇവിടെ നല്ല പച്ച പുല്ലുകളാണ് കേട്ടോ. ഇത് കാണാൻ നമ്മൾ രാവിലെ നീച്ചാൽ നമ്മളെ റോഡാണ് കേട്ടോ. ഇങ്ങനെ റോഡും പിന്നെ ആ സൈഡ് കൂടെ അങ്ങനെ പോയാലും നമ്മളെ പള്ളിയുടെ അവിടേക്ക് എത്തും. ഈ സൈഡിൽ കൂടെ എങ്ങനെ പോയാലും പള്ളിയുടെ അവിടേക്ക് എത്തും കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എന്താ പറയാ നല്ല പച്ച പുല്ലുകളാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു എന്താ പറയാ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന, നമുക്ക് വീഡിയോസ് കാര്യങ്ങളും ഒക്കെ റീലായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. പറഞ്ഞില്ലേ
അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഈ സൈഡിൽ വല്ലാണ്ട് പുല്ലില്ല കേട്ടോ. ഇതിങ്ങനെ നിരന്ന് കിടക്കണ ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇവിടെ വന്നൊക്കെ ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ഇന്ത്യക്കായി വലിയ ചെരുപ്പ് ഇട്ടിട്ടാണ് ഞാൻ പോന്നിക്കണത്. ഉമ്മയുടെ വലിയ ചെരുപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇതങ്ങനെ സീറ്റ് ഇട്ടിക്കണു കേട്ടോ. ഒരു തലക്കന്ന് ആ തല വരെ നമ്മൾ സീറ്റ് ഇട്ടിക്കണു. കാരണം വെയിലാവുമ്പോൾ ഭയങ്കര എന്താ പറയുക, ചൂടാക്കാനും പുറത്തേക്കും ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ മഴ ആകുമ്പോഴും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. വെയിലാകുമ്പോൾ നമുക്ക് സിറ്റൗട്ടിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് നമ്മൾ സീറ്റ് ഇട്ട് കാണട്ടോ. പിന്നെ ഉമ്മ ഇന്നിപ്പോൾ കുറച്ച് തൈ ആൾക്കാർ കൊണ്ടുവന്ന് നിന്ന്, അപ്പോൾ അതിന്ന് നല്ല അടക്കാപ്പഴം തൈ ഉമ്മ വാങ്ങിച്ചു കൊണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മളെ എന്താ പറയുക, പറങ്കി മാങ്ങയുടെ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വൈകുന്നേരം മുതിർച്ചി പോയി അപ്പോൾ എടുത്തതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിരന്നങ്ങാട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിന് നേരെ ബാക്കിലുള്ള സ്ഥലമാണ് കേട്ടോ. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.